അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ നമുക്ക് രാവിലെ വേഗത്തിലൊരു അപ്പം എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അരി അരക്കണ്ട, അരി കുതിർത്തണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ആദ്യം തന്നെ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നൂലപ്പവും അതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 1/2 ഗ്ലാസ് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. 1 ടീസ്പൂണ് ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആദ്യം ഒഴിച്ചിട്ടൊന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നേരിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കട്ടായിട്ട് ആ പൊടി ഇങ്ങനെ മിക്സിൻ്റെ ജാറിൽ കട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ചോറും തേങ്ങയും ആ പൊടിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എത്രയാണ് വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, നോക്കിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു ലൂസിൽ നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ലൂസിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ളൊരു കറി ഉണ്ടാക്കാം. എളുപ്പത്തിലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഏലക്കും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങും അതുപോലെ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ മസാല, അതുപോലെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്ക് കേട്ടോ. പിന്നെ പാകത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ അങ്ങോട്ട് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ ഈ ഒരു കറി രസം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ വെള്ളം ഇല്ലാതെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ആയപ്പോൾ തന്നെ നമ്മളത് മാവ് ഏകദേശമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാനുള്ള പാകത്തിൽ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ നീച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ അപ്പം. അപ്പോൾ നമ്മൾ അപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തലേന്ന് അരി വെള്ളത്തിലിട്ട് കുതിർത്തി തലേന്ന് അരച്ച് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പൊടി കൊണ്ട് തന്നെ നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. പൊടി കൊണ്ട് ഉണ്ടാക്കിയതൊന്നും തോന്നില്ല. നല്ല ഒരു ആരെടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, നമ്മൾ അപ്പത്തിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. പൊടി കൊണ്ടാണെന്ന് കരുതിയിട്ട് യാതൊരു കുഴപ്പമില്ല. നല്ല അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട് കണ്ടോ. അങ്ങനെ നമുക്കിനി ബാക്കിയുള്ളതും കൂടി എല്ലാം ഞാൻ ചുട്ടെടുക്കട്ടെ.
നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്താൽ കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മളെ അപ്പം, നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം തന്നെയാണ്. അങ്ങനെ നമ്മളെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം തന്നെയാണ് ഉണ്ടോ. പിന്നെ അതാ ഇക്കിളക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടല്ലോ, അത് ഇറച്ചിക്കറി പോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്.